എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. വാർത്തകൾ നോക്കാം വിശദമായി. ഗസ സമാധാന ബോർഡിൽ അംഗമാകാനുള്ള US ക്ഷണം സ്വീകരിച്ച് UAE വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഗാസയിലെ ജനങ്ങളുടെ സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് UAE വ്യക്തമാക്കി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ സമാധാന ബോർഡിൽ ചേരാനുള്ള അമേരിക്കയുടെ ക്ഷണം സ്വീകരിച്ചതായി UAE വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 20 ദിന സമാധാന പദ്ധതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കേണ്ടത് ഗാസയുടെ സമാധാനത്തിന് അത്യാവശ്യമാണെന്ന് കണ്ടതിനെ തുടർന്നാണ് ബോർഡ് ഓഫ് പീസിൽ അംഗമാകുന്നതെന്ന് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹിയാൻ അറിയിച്ചു. എല്ലാവർക്കും സമൃദ്ധിയും സുസ്ഥിരതയും ഉറപ്പാക്കാനാണ് UAE ലക്ഷ്യമിടുന്നത്. ട്രംപിന്റെ നേതൃത്വത്തിലും ലോക സമാധാനത്തിനുള്ള പ്രതിബദ്ധതയിലും ആത്മവിശ്വാസമുണ്ടെന്നും UAE വ്യക്തമാക്കി. നേരത്തെ UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീമൽ ഹാഷ്മിയെ ഗാസ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമായി നിയമിച്ചിരുന്നു. ഗാസയുടെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ട് കഴിഞ്ഞയാഴ്ചയാണ് ട്രംപ് ഗാസ സമാധാന ബോർഡ് രൂപീകരണം പ്രഖ്യാപിച്ചത്. 60 രാജ്യങ്ങൾക്കാണ് ആകെ ക്ഷണമുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഡൊണാൾഡ് ട്രംപ് കത്തയച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ അന്തിമ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. 24 ദുബായ്. ഗസയിലെ സമാധാന ശ്രമങ്ങൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമാധാന ബോർഡിലേക്ക് ഓസ്ട്രേലിയയ്ക്കും ക്ഷണം. ഓസ്ട്രേലിയയിൽ നിന്നും ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗാസയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിലേക്ക് ഓസ്ട്രേലിയയ്ക്ക് ക്ഷണം ലഭിച്ചു. ഈ ക്ഷണം ഓസ്ട്രേലിയ നിലവിൽ പരിഗണിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയുടെ സമാധാനപരമായ ഭാവി, പുനർനിർമ്മാണം, സാമ്പത്തിക ഉന്നമനം എന്നിവ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ സമഗ്രമായ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബോർഡാണിത്. UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ 2803 അംഗീകരിച്ച ഈ പദ്ധതിക്ക് 20 ദിനം കർമ്മ പദ്ധതിയുണ്ട്. ഭരണനിർവഹണം, നിക്ഷേപം, അന്താരാഷ്ട്ര സഹകരണം എന്നിവയിലൂടെ ഗാസയെ സമാധാനത്തിലേക്ക് നയിക്കുക എന്നതാണ് ബോർഡിന്റെ പ്രധാന ദൗത്യം. ഗാസയിലെ സമാധാന ശ്രമങ്ങളിൽ ഇസ്രായേൽ, അറബ് രാജ്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ലോകരാജ്യങ്ങളെയും പങ്കാളികളാക്കാൻ ട്രംപ് ഭരണകൂടം ആഹ്വാനം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയയ്ക്ക് ഈ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി നേതൃത്വം നൽകുന്ന സർക്കാർ തങ്ങളുടെ പങ്കാളിത്തം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പദ്ധതിയുടെ 2ാം ഘട്ടമെന്ന നിലയിൽ നാഷണൽ കമ്മിറ്റി ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ അടുത്തിടെ രൂപീകരിച്ചിരുന്നു. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ദൗത്യത്തിൽ ഓസ്ട്രേലിയയുടെ പങ്കാളിത്തം നിർണായകമായേക്കാമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നത്. ഈ വിഷയത്തിൽ ഓസ്ട്രേലിയയുടെ അന്തിമ തീരുമാനം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി ക്രിസ്റ്റീന ബെന്നി. സൗദിയുടെ ഇൻഷുറൻസ് മേഖലയിൽ പുതിയ ദേശീയ സ്ട്രാറ്റജിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. റിയാദിൽ സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം ഗസയിലെയും സിറിയയിലെയും പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളെ സ്വാഗതം ചെയ്തു. വിവിധ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക സുരക്ഷാ സഹകരണ കരാറുകൾക്കും യോഗം അനുമതി നൽകിയിട്ടുണ്ട്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ റിയാദിലായിരുന്നു മന്ത്രിസഭാ യോഗം. രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയുടെ വികാസം ലക്ഷ്യമിട്ടുള്ള ദേശീയ ഇൻഷുറൻസ് സ്ട്രാറ്റജിക്ക് യോഗം പച്ചക്കൊടി കാട്ടി. ഓട്ടിസം ബാധിച്ചവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനുമായി പ്രത്യേക മന്ത്രിതല സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഗസയിലെ സമാധാന ശ്രമങ്ങളെയും ഗസ ഭരണത്തിനായി രൂപീകരിച്ച പുതിയ പലസ്തീൻ സമിതിയെയും സൗദി സ്വാഗതം ചെയ്തു. സിറിയയുടെ ഐക്യവും സുരക്ഷയും ഉറപ്പാക്കുന്ന വെടിനിർത്തൽ കരാറിനെയും യോഗം സ്വാഗതം ചെയ്തു. അയൽരാജ്യമായ യമന്റെ പുരോഗതിക്കായി പുതിയ വികസന പദ്ധതികൾ യോഗം പ്രഖ്യാപിച്ചു. 2025 ലോകത്ത് ഏറ്റവും കൂടുതൽ സഹായം നൽകിയ 2ാമത്തെ രാജ്യമായി സൗദി അറേബ്യ മാറിയെന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിന് മന്ത്രിസഭ നന്ദി പറഞ്ഞു. റിയാദിൽ സമാപിച്ച അന്താരാഷ്ട്ര ഖനന സമ്മേളനത്തിന്റെ വൻ വിജയം മന്ത്രിസഭ വിലയിരുത്തി. 100 ബില്യൺ റിയാലിലധികം മൂല്യമുള്ള കരാറുകളാണ് സമ്മേളനത്തിൽ ഒപ്പുവെച്ചത്. വിദേശ സഹകരണത്തിന്റെ ഭാഗമായി പാകിസ്ഥാനുമായി വൈദ്യുതി ബന്ധിപ്പിക്കുന്നതിനും ഇറാഖുമായി മയക്കുമരുന്ന് വേട്ടയിൽ സഹകരിക്കുന്നതിനുമുള്ള ധാരണാപത്രങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. വിവിധ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റത്തിനും യോഗം അംഗീകാരം നൽകി. 24 റിയാദ്. സൗദി അറേബ്യയിൽ ലൈസൻസ് ഇല്ലാതെ ടാക്സി സർവീസ് നടത്തിയ പ്രവാസിക്കെതിരെ കർശന നടപടിയുമായി പൊതുഗതാഗത അതോറിറ്റി. നിയമലംഘനം നടത്തിയ ആളെ നാടു കടത്തുന്നതിനൊപ്പം 12,000 റിയാൽ പിഴയും ചുമത്തിയിട്ടുണ്ട്. പുതിയ റോഡ് ഗതാഗത നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് റിയാദിൽ നിന്നുള്ള ഈ നിർണായക ഉത്തരവ്. സൗദി അറേബ്യയിലെ റോഡ് ഗതാഗത മേഖലയിൽ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ കടുപ്പിച്ചിരിക്കുകയാണ് പൊതുഗതാഗത അതോറിറ്റി.
ലൈസൻസ് ഇല്ലാതെ ടാക്സി സർവീസ് നടത്തുന്ന ഖദ്ദാദ രീതിക്കെതിരെയാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. പിടിക്കപ്പെട്ട വിദേശിക്ക് 12,000 റിയാൽ പിഴ ചുമത്തുക മാത്രമല്ല, രാജ്യത്ത് നിന്ന് ഇയാളെ നാടുകടത്താനും അധികൃതർ ഉത്തരവിട്ടു. സമീപകാലത്ത് പുറപ്പെടുവിച്ച റോയൽ ഡിഗ്രി പ്രകാരമുള്ള പുതിയ നിയമമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. നിയമപ്രകാരം അംഗീകൃത ലൈസൻസ് ഇല്ലാതെ ഗതാഗത സേവനങ്ങൾ നൽകുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. യാത്രക്കാരെ വിളിച്ചുകൂട്ടുകയോ അവരെ തടഞ്ഞു നിർത്തി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുകയോ ചെയ്യുന്നത് ഗുരുതരമായ നിയമലംഘനമായാണ് കണക്കാക്കുന്നത്. ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നവർക്ക് വൻ തുക പിഴ ഈടാക്കുന്നതിനൊപ്പം വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യും. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും അംഗീകൃത സേവനങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നും പൊതുഗതാഗത അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. നിയമലംഘനങ്ങളോട് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും വരും ദിവസങ്ങളിൽ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദി വിഷൻ 2030 നാഴികക്കല്ല് മാത്രമാണെന്നും 2050ഓടെ രാജ്യം സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥ കൈവരിക്കുമെന്നും സൗദി സാമ്പത്തിക ആസൂത്രണ മന്ത്രി ഫൈസൽ അൽ ഇബ്രാഹിം. ഇതിന്റെ ഭാഗമായി പ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് ചുമതല സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതായും മന്ത്രി അറിയിച്ചു. ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ സൗദി അറേബ്യയുടെ ഭാവി സാമ്പത്തിക നയം വ്യക്തമാക്കുകയായിരുന്നു മന്ത്രി. സൗദി അറേബ്യയുടെ വികസന കുതിപ്പ് 2030 അവസാനിക്കുന്ന ഒന്നല്ലെന്ന് വ്യക്തമാക്കുകയാണ് സാമ്പത്തിക ആസൂത്രണ മന്ത്രി ഫൈസൽ അൽ ഇബ്രാഹിം. ദാവോസിലെ സൗദി ഹൌസിൽ സംഘടിപ്പിച്ച പ്രത്യേക ചർച്ചയിലാണ് അദ്ദേഹം രാജ്യത്തിന്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ വിശദീകരിച്ചത്. നിലവിലെ പരിവർത്തനങ്ങൾ കേവലം മാറ്റങ്ങൾക്കായല്ല, മറിച്ച് വരും തലമുറയ്ക്കായി കൂടുതൽ ദൃഢമായ സാമ്പത്തിക അടിത്തറ പാകാനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിഷൻ 2030 കീഴിലുള്ള പല വൻകിട പദ്ധതികളും ഇപ്പോൾ സ്വകാര്യ മേഖലയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. സർക്കാരിന്റെ പൂർണ്ണമായ പിന്തുണയും വ്യക്തമായ നിയമാവലിയും ഈ പദ്ധതികൾക്ക് പിന്നിലുണ്ട്. എന്നാൽ പദ്ധതികളുടെ സമയക്രമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ്. സാമ്പത്തിക മേഖലയിൽ പെട്ടെന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. പ്രാദേശിക വികസനത്തിനൊപ്പം ആഗോള നിലവാരത്തിലുള്ള സാമ്പത്തിക സുസ്ഥിരതയാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. 2050 ദൂരം കുറവാണെന്നും അതിനാൽ ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങൾ ഇന്നു മുതൽ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിനു മുന്നിൽ ഒരു പുതിയ സാമ്പത്തിക മാതൃകയാണ് സൗദി അവതരിപ്പിക്കുന്നത്. വിഷൻ 2030 പദ്ധതികൾ കേവലം ഒരു തുടക്കം മാത്രമാണെന്നും 2050ഓടെ രാജ്യം ലോകത്തെ ഏറ്റവും സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. 24 ജിദ്ദ. തിരികെ വാർത്തകളിലേക്ക്. കണ്ണൂർ സാംസ്കാരിക വേദി ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ പ്രവാസി വോട്ടർ രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചു. പ്രവാസികൾക്ക് രജിസ്ട്രേഷൻ നടപടികൾ ലളിതമാക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സഹായവും നൽകി. പുതിയ രജിസ്ട്രേഷൻ, വിലാസമാറ്റം, തിരുത്തലുകൾ എന്നിവയ്ക്കായി നിരവധി പ്രവാസികൾ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. പ്രവാസികളുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും സംബന്ധിച്ചും ജനാധിപത്യത്തിൽ വോട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പരിപാടിയിൽ പ്രത്യേകം ഊന്നൽ നൽകി. പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് കസവ് ഭാരവാഹികൾ അറിയിച്ചു. ഓസ്ട്രേലിയ സിഡ്നിയിൽ ആശങ്ക പരത്തി സ്രാവ് ആക്രമണങ്ങൾ. 48 മണിക്കൂറിനിടെ 4 പേർക്കാണ് സ്രാവുകളുടെ ആക്രമണത്തിൽ പരുക്കേറ്റത്. പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 48 മണിക്കൂറിനിടെ 4 സ്രാവ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സിഡ്നിയിലെ നോർത്തേൺ ബീച്ചുകൾ അടച്ചു. നഗരത്തിൽ ഇതാദ്യമായാണ് ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്രാവ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച സ്രാവിന്റെ കടിയേറ്റ ഒരു ബാലൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. തിങ്കളാഴ്ച 10 വയസ്സുകാരന് സർഫ് ബോർഡിൽ സ്രാവ് കടിച്ചെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. അന്ന് വൈകുന്നേരം മാൻലി ബീച്ചിൽ 20കളിലുള്ള ഒരു യുവാവിന് സ്രാവിന്റെ ആക്രമണത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റുവെന്നും ആ യുവാവ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നുമാണ് റിപ്പോർട്ട്. പോയിന്റ് പ്ലോമോ ബീച്ചിൽ 39 വയസ്സുകാരനും സ്രാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. സ്ഥിതി ഗുരുതരമല്ല. നോർത്തേൺ ബീച്ചസ് കൗൺസിൽ പരിധിയിലെ എല്ലാ ബീച്ചുകളും അടച്ചിട്ടിരിക്കുകയാണ്. കൂടുതൽ അറിയിപ്പുണ്ടാകുന്നതുവരെ ബീച്ചുകൾ തുറക്കില്ല. നിലവിലെ സാഹചര്യത്തിൽ ബീച്ചുകൾ സുരക്ഷിതമല്ലെന്ന് NSW സർഫ് ലൈഫ് സേവിംഗ് CEO സ്റ്റീവ് പിയേഴ്സ് അറിയിച്ചു. സമീപകാലത്തെ കനത്ത മഴയും കലങ്ങിയ വെള്ളവും ബുൾ ഷാർക്കുകൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിയതാണ് ആക്രമണങ്ങൾക്ക് കാരണമെന്ന് വിലയിരുത്തുന്നു. അധികൃതർ സ്രാവുകളെ നിരീക്ഷിക്കുന്നതിനുള്ള ഡ്രോൺ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അടച്ചിടൽ സമയത്ത് നോർത്തേൺ ബീച്ചസിലെ 10 ബീച്ചുകളിൽ ഡ്രോണുകൾ തുടർച്ചയായി നിരീക്ഷണം നടത്തും. ഓസ്ട്രേലിയയിൽ സ്രാവ് ആക്രമണങ്ങൾ അപൂർവമല്ലെങ്കിലും ഇത്തരമൊരു സാഹചര്യം ജനങ്ങളിൽ ആശങ്കയുണർത്തുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി പെനീന മാത്യു. UAE സംഘടിപ്പിച്ച ഏഷ്യൻ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൽ ഗ്ലോബ് ലിങ്ക് വെസ്റ്റാർ ജേതാക്കളായി. ഇന്ത്യ ഗ്ലോബ് മറൈൻ ടീമിനെ 19 റൺസിന് തോൽപ്പിച്ചാണ് ഗ്ലോബൽ ലിങ്ക് വെസ്റ്റാർ ഷിപ്പിംഗ് ജേതാക്കളായത്.
ഷിപ്പിംഗ് മേഖലയിൽ നിന്നുള്ള ക്രിക്കറ്റ് ടീമുകൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ക്രിക്കറ്റ് മത്സരങ്ങളിലൊന്നാണിത്. ഡയറക്ടർമാരായ രമേഷ് കുമാർ, ഫിലിപ്സ്, വിനീത്, ഷൈബു, ടീം മാനേജർ പ്രവീൺ തുടങ്ങിയവർ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തു. 22 ടീംസാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ആൻഡ് അഗെയിൻ ഇത് നമ്മൾ ഷിപ്പിംഗ് അസോസിയേഷൻസ്, ഐ മീൻ നമുക്ക് പറയാൻ പറ്റുന്ന ഷിപ്പിംഗ് ഫെറ്റർണിറ്റി, ഓക്കെ, നോട്ട് അസോസിയേഷൻ, ഷിപ്പിംഗ് ഫെറ്റർണിറ്റിയിലുള്ള കുറേ ദുബൈ ബേസ്ഡ് ആയിട്ടുള്ള കുറേ പ്രീമിയം കമ്പനീസും അവരുടെ പ്രസൻസിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു ലീഗാണിത്. ഓക്കെ, ഇത് ഞങ്ങളിപ്പം 3rd ഇയർ ആണ് ഞങ്ങളിതിപ്പം ദുബൈയിൽ സെലിബ്രേറ്റ് ചെയ്യുക. ഐ മീൻ ഞങ്ങളിത് അറേഞ്ച് ചെയ്തത്. ഈ വർഷം 22 ടീമാണെങ്കിൽ നെക്സ്റ്റ് ഇയർ 32 ടീമാക്കണം നമ്മുടെ പ്ലാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓരോ വർഷം ഇൻക്രീസ് കൊണ്ടുവരുന്നതാണ് നമ്മളുടെ പ്ലാൻ ഉള്ളത്. നമ്മളുടെ ഭാഗത്ത് നിന്ന് ക്രിക്കറ്റ് മാത്രമാണ്. പിന്നെ ഫ്യൂച്ചർ നമ്മൾ ഫുട്ബോളും പ്ലാൻ ചെയ്യുന്നുണ്ട്, ബാഡ്മിൻ്റൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ. എല്ലാം എല്ലാവർക്കും ഒരു പാഷനാണ്. അതിപ്പോൾ ഒരു ടീമിന് ഇപ്പോൾ കളിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും അവർ വന്ന് കളിച്ചത് ഒരു നമ്മളെല്ലാം കോമ്പറ്റീറ്റേഴ്സാണ്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മളൊരു ഇവിടെ ബിസിനസ് ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളൊരു ഏരിയ ആണല്ലോ. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇപ്പോൾ കിടിയ വാർത്തയിലേക്ക്. പാലക്കാട് മണ്ണാർക്കാട് ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവ് മരിച്ചു. മണ്ണാർക്കാട് കടമ്പഴിപ്പുറം കോണിക്കഴി സ്വദേശി ബിബിത്താണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന കൂടി ചേരുന്നുണ്ട്. ഷംന, എപ്പോഴായിരുന്നു അപകടം? എങ്ങനെയൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, രാത്രി 10:45 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കാഞ്ഞിരംകുളം വളവിൽ വെച്ച് ഈ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഓട്ടോയിൽ ഉണ്ടായിരുന്ന 4 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു യുവാവിനാണ് ദാരുണാന്ത്യം സംഭവിച്ചിട്ടുള്ളത്. മണ്ണാർക്കാട് കടമ്പഴിപ്പുറം സ്വദേശിയായ ബിബിത്ത്, 30 വയസ്സുള്ള ബിബിത്താണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 4 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇവരെ മണ്ണാർക്കാട് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശ്രീനിധി. ശ്രീ, പാലക്കാട് മണ്ണാർക്കാട് ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവ് മരിച്ചു. മണ്ണാർക്കാട് കടമ്പഴിപ്പുറം കോണിക്കഴി സ്വദേശി ബിബിത്താണ് മരിച്ചത്. ഐഷത്തുൽ ഷംനയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപക റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തന്ത്രി കണ്ഠരര് രാജീവരൊഴികെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ വീടുകളും ഇവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഉൾപ്പെടെ 21 ഇടങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് രാവിലെ തുടങ്ങിയ റെയ്ഡ് രാത്രി വൈകിയും തുടരുകയാണ്. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണം വെളുപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. ഈ മാസം 9-ന് ECIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഒരേ സമയം വ്യാപക പരിശോധന നടന്നത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെയും ബംഗളൂരുവിലെയും വസതികളിലും A. പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലും B. മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരിയിലെ വസതിയിലും ഒരേ സമയം പരിശോധന നടന്നു. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബല്ലാരിയിലെ വീട്ടിലും റൊദ്ദം ജ്വല്ലറിയിലും പരിശോധന നടന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും CEO പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിലും ED ഉദ്യോഗസ്ഥരെത്തി. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടിന് സമീപമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലും പരിശോധന നടത്തി. ഇവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാതാവിനെ കൂട്ടിയാണ് കാരേറ്റിലെ വസതിയിൽ ED ഉദ്യോഗസ്ഥരെത്തിയത്. ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയ ED ഉദ്യോഗസ്ഥർക്ക് ഓഫീസിലെ ജീവനക്കാരെത്തും വരെ 1 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടി വന്നു. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം കണ്ടെത്തുക, പണം ആർക്കൊക്കെ ലഭിച്ചെന്ന് കണ്ടെത്തുക, നിർണായകമായ രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുക്കുക, കള്ളപ്പണം വെളുപ്പിക്കലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തുക എന്നിവയാണ് പരിശോധനയുടെ ലക്ഷ്യമെന്ന് ED വ്യക്തമാക്കി. ശബരിമലയിലെ വഴിപാടുകളിലും ആചാരങ്ങളിലും നടന്ന ക്രമക്കേടുകൾ ഉൾപ്പെടെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും അതും PMLA പരിധിയിൽ കൊണ്ടുവരുമെന്നുമാണ് ED അറിയിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പകേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. അതേസമയം സന്നിധാനത്ത് സ്ട്രോങ് റൂമിൽ SITയുടെ പരിശോധന തുടരുകയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. കോഴിക്കോട് ബസ്സിലെ ലൈംഗിക അതിക്രമ ആരോപണത്തിനു പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ യുവതി ഒളിവിലെന്ന് സൂചന.
ഇന്നലെ കേസെടുത്തതിനു പിന്നാലെ ഷിംജിത മുസ്തഫ ഒളിവിൽ പോയെന്നാണ് സംശയം. ബസ്സിൽ വെച്ച് ലൈംഗിക അധിക്ഷേപം നടന്നതായി കരുതുന്നില്ലെന്ന് ബസ് ജീവനക്കാർ 24-നോട് പറഞ്ഞു. പ്രതിയെ പിടികൂടി ശിക്ഷ നടപ്പിലാക്കിയാലേ ദീപകിന് നീതി ലഭിക്കൂ എന്ന് കുടുംബം പ്രതികരിച്ചു. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗ ആർക്കും സഹിക്കാൻ പറ്റൂല. ഈ പൈതൽ മാത്രമേ ഞങ്ങളെ നോക്കാനുള്ളൂ. അതിനെ എളുപ്പം കൊണ്ടുപോയത്. ദീപകിന്റെ ആത്മഹത്യക്ക് കാരണമായ അധിക്ഷേപ വീഡിയോ പോസ്റ്റ് ചെയ്ത ഷിംജിത മുസ്തഫയ്ക്കെതിരെ കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ ഇന്നലെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ വീട്ടുകാരുടെയും പ്രതിയുടെയും മൊഴി രേഖപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ഷിംജിതയ്ക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ബസ് ജീവനക്കാരുടെ മൊഴിയും പോലീസ് വിശദമായി രേഖപ്പെടുത്തി. ബസ്സിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. സംഭവം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അന്നേ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും ബസ് ജീവനക്കാരൻ 24-നോട് പറഞ്ഞു. ഇല്ല, അങ്ങനത്തെ നമുക്കൊരു പരാതിയോ കാര്യമോ ഒന്നും കിട്ടിയില്ല. നമുക്ക് അങ്ങ് പരാതി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എയ്ഡ് പോസ്റ്റ് ഉണ്ട്, പോലീസുകാരുണ്ട്. നമ്മൾ അന്നേരം ഓൺ ദ സ്പോട്ടിൽ ആടെ നമ്മൾ ആൾക്കാർ ഇറക്കി പഴയങ്ങാടിയൊക്കെ പിന്നെ പോകുന്നുണ്ട്. അവിടെ നമ്മൾ അടുത്ത ട്രാക്ക്. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആടെ ആൾക്കാരെ ഇറക്കി നമ്മൾ ട്രാക്കിൽ വെക്കുകയാണ് ചെയ്തത്. പ്രതിയെ പിടികൂടിയാലേ തന്റെ മകന് നീതി കിട്ടുമെന്നാണ് ദീപകിന്റെ പിതാവ് ചോയി പറയുന്നത്. നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം. അതിനെ പുറത്ത് വിടാക്കണം. അതിനെ ശിക്ഷിക്കണം. അങ്ങനെ എൻ്റെ മോനെ ഇതാക്കി ഞങ്ങൾ. എൻ്റെ മകൻ്റെ ഞങ്ങളെ ജീവിതം അവൾ വയ്യാലാക്കി. അല്ല അവൾക്ക് ഒരു ഇതായിട്ട് അവൾക്ക് അവിടുന്ന് കഴിച്ചിടാനുള്ള സ്ഥിതി ഉണ്ടാക്കരുത്. ഇതിനിടെ അധിക്ഷേപ വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന പ്രകോപന പ്രതികരണവുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും തൊടുപുഴ സ്വദേശിയുമായ അജയ് ഉണ്ണി രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു അജയ് ഉണ്ണി. 24 കോഴിക്കോട്. ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം.